ഇന്ന് ഞാനൊരു ഈസി ബട്ടർ ചിക്കൻ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇന്നലെ ഞാനൊരു ബട്ടർ റൊട്ടിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കിയതാണ് ഈ ബട്ടർ ചിക്കൻ. ഇതിൻ്റെ ഗ്രേവിയുടെ മസാലയൊക്കെ ഞാൻ റെഡിയാക്കുന്നത് പ്രഷർ കുക്കറിലാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഈ ബട്ടർ ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ബോണോട് കൂടിയിട്ടുള്ള 1 കിലോഗ്രാം ചിക്കനാണ്. ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് നന്നായിട്ട് കഴുകി വെള്ളം കളഞ്ഞ് വെച്ചതാണ്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ വരെ ഗരം മസാല പൊടി, 2 ടേബിൾ സ്പൂൺ തൈര് ചേർക്കാം. നല്ല കട്ടിയുള്ള തൈരാണ് ഞാൻ ചേർക്കുന്നത്. പുളിയില്ലാത്ത തൈരായിരിക്കാൻ ശ്രദ്ധിക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർക്കാം. 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ചിക്കനിൽ മസാല നന്നായിട്ട് പിടിച്ചിരിക്കുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ച് കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും ഇതുപോലെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഫ്രിഡ്ജിൽ വെക്കണ്ട, പുറത്ത് തന്നെ വെച്ചാൽ മതി. അരമണിക്കൂറിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്യാം. ഈ സമയം കൊണ്ട് നമുക്ക് ഗ്രേവിക്കുള്ള മസാല റെഡിയാക്കാം. അതിനുവേണ്ടി ഞാനൊരു പ്രഷർ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ കുക്കർ ചൂടാകുമ്പോൾ ഇതിലേക്ക് ബട്ടർ ചേർക്കാം. ഇത് ഏകദേശം 3 ടേബിൾ സ്പൂൺ ബട്ടർ ഉണ്ടാവും. നിങ്ങൾക്ക് ഇത്രയും ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ 2 അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. ഈ ബട്ടർ നന്നായിട്ട് മെൽറ്റായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 3 ചെറിയ കഷ്ണം പട്ട, 4 ഗ്രാമ്പു, 3 ഏലക്കായ്, ഒരു ബേ ലീഫ്, ഒരു വലുതാണ്, ഇത് 2ആയിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഈ ബട്ടറിൽ കിടന്ന് ഒന്ന് ചൂടാവണം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് സവാള, അതായത് ഉള്ളിയാണ്. ഇത് ഞാൻ 3 വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. ഒരു മീഡിയം സൈസൊക്കെ ആണെങ്കിൽ 4 എണ്ണം എടുക്കേണ്ടി വരും 1 കിലോഗ്രാം ചിക്കന്. ഇതിപ്പോൾ 3 വലിയ സവാളയാണ് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുള്ളത്. സവാള നേരിയതായിട്ടൊന്നും അരിയേണ്ട ആവശ്യമില്ല, കാരണം നമ്മളിത് അരച്ചെടുക്കുന്നതാണ്. അതുകൊണ്ട് അല്പം വലുതായിട്ട് അരിഞ്ഞാലും പ്രശ്നമൊന്നുമില്ല. സവാള ഒരുപാട് സമയം വഴറ്റൊന്നും വേണ്ട. ഈ ബട്ടറിൽ കിടന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയാൽ മാത്രം മതി. ഈ സമയത്ത് നമുക്കിതിലേക്ക് കശുവണ്ടി ചേർക്കണം. ഞാനിവിടെ 16-17 കശുവണ്ടി ചേർക്കുന്നുണ്ട്. ഒരു 20 എണ്ണം വരെയൊക്കെ ചേർക്കാം 1 കിലോഗ്രാം ചിക്കൻ്റെ ഗ്രേവിക്ക്. ഇതിപ്പോൾ 16-17 എണ്ണം മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. ഈ അണ്ടിപ്പരിപ്പും സവാളയും കൂടി ഒന്ന് നന്നായിട്ട് ഈ ബട്ടറിൽ യോജിപ്പിച്ചെടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഒരു പച്ചമുളക് നെടുകെ കീറിയത് ചേർക്കാം. ഞാനിതിൻ്റെ സീഡ്സ് എല്ലാം കളഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവ് പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ സീഡ്സോട് കൂടി ഇടാം. ഞാനിത് സീഡ്സ് കളഞ്ഞ് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. ഇതെല്ലാം ചേർത്തൊന്ന് നന്നായിട്ട് വഴറ്റുക. നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. കൂടുതൽ സമയം വെച്ച് ബ്രൗൺ കളർ ആവാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. മുളക് പൊടിയും ചേർത്ത് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് തക്കാളിയാണ്. ഞാനിവിടെ 2 വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെറുതോ അല്ലെങ്കിൽ മീഡിയം സൈസോ ആണെങ്കിൽ തക്കാളിയുടെ എണ്ണം കൂട്ടാം. ഇതിപ്പോൾ 2 വലിയ തക്കാളിയാണ്. തക്കാളിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഇനി നമുക്കിതിലേക്ക് അല്പം ഉപ്പ് ചേർക്കാം. ഉപ്പ് കൂടുതൽ ചേർക്കരുത്. ബട്ടർ ചിക്കൻ്റെ ഉപ്പ് കൂടിയാൽ കറി ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ വരെ ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ ഇത്രയും മതിയാവും. ഇതെല്ലാം നന്നായിട്ട് യോജിപ്പിച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് അടച്ച് വെച്ച് 2 അല്ലെങ്കിൽ 3 വിസിൽ വരുന്നത് വരെ വേവിക്കാം. ഞാനിതിപ്പോൾ 3 വിസിൽ വരുന്നത് വരെ വേവിക്കും. ചെറിയ തീയിൽ വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ അടിഭാഗം കരിഞ്ഞു പോകും. ചെറിയ തീയിൽ വെച്ച് 3 വിസിൽ വരുന്നത് വരെ നമുക്കിത് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ 3 വിസിലിന് ശേഷം ഞാനിത് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ആവിയെല്ലാം പോയിട്ടുണ്ട്.
ഇതിൽ ചേർത്തിരിക്കുന്ന ഉള്ളിയും തക്കാളിയും മറ്റു മസാലകളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലിപ്പോൾ കുറേ ഗ്രേവിയും ഉണ്ട്. നമ്മൾ നേരത്തെ ഇത് അടച്ചു വെച്ചപ്പോൾ ഇതിൽ തക്കാളിയിലും ഉള്ളിയിലും ഒക്കെയുള്ള ഗ്രേവി കുറേ ഇറങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് തണുക്കാൻ വെക്കാം. തണുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കണം. അരക്കുന്നതിന് മുന്നേ നമുക്കിതിൽ ചേർത്തിരിക്കുന്ന പട്ട, ഗ്രാമ്പു, ഏലക്കായ്, ബേ ലീഫ് ഇത് 4ഉം എടുത്ത് കളയാം. ഇത് കൂടെ ഇട്ട് അരച്ചു കഴിഞ്ഞാൽ മസാലയുടെ വല്ലാത്തൊരു കുത്തുന്ന ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഞാനിത് എപ്പോഴും എടുത്ത് കളഞ്ഞിട്ടാണ് ഈ ഗ്രേവി അരച്ചെടുക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം, പക്ഷേ ഇത് എടുത്ത് കളയുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഇത് ഞാൻ മുഴുവനും എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ മസാല പുരട്ടി വെച്ച ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ട് മസാല പിടിച്ചിട്ടുണ്ട്. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ബട്ടർ ചേർത്ത് കൊടുക്കാം. ഞാൻ ഏകദേശം 3 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കുന്നുണ്ട്. ബട്ടർ ഈ പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. മുഴുവൻ ബട്ടറും മെൽറ്റായി നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ചിക്കൻ നന്നായിട്ട് ഒരേപോലെ നിരത്തി കൊടുത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചിക്കൻ ഫ്രൈ ചെയ്യാം. ബട്ടറിൽ കിടന്ന് ചിക്കൻ മൊരിയുമ്പോഴുള്ള നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഈ സമയം കൊണ്ട് നമുക്ക് ഈ ഗ്രേവി അരച്ചെടുക്കണം. ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് പോലെ അരയണം. ഞാനിതിലിപ്പോൾ അരക്കുന്ന സമയത്ത് വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഇതിൽ തന്നെ നല്ലോണം ഗ്രേവി ഉണ്ട്. ഇതിവിടെ നന്നായിട്ട് അരച്ചിട്ടുണ്ട്. നമുക്കിത് ഈ പാത്രത്തിലേക്ക് തന്നെ മാറ്റാം. ഈ മിക്സി ഇപ്പോൾ കഴുകണ്ട. നമുക്കിത് അവിടെ വെച്ചിട്ട് നമ്മുടെ ഗ്രേവി കട്ടിയാണെങ്കിൽ ഈ മിക്സിയിൽ അല്പം വെള്ളം ചേർത്തിട്ട് ഗ്രേവിയിലേക്ക് ഒഴിക്കേണ്ടതാണ്. അതുകൊണ്ട് ഇപ്പോഴും മിക്സി കഴുകണ്ട. ഇനി നമുക്കിതിലേക്ക് 3 ടീസ്പൂൺ വരെ പഞ്ചസാര ചേർക്കാം. 2 ടീസ്പൂൺ വരെ കസൂരി മേത്തിയും കൂടി ചേർക്കാം. ഇത് നന്നായിട്ട് ഇതുപോലെ പൊടിച്ചിട്ട് ചേർക്കാം. ഞാനിത് അല്പം ഒന്ന് ചൂടാക്കി എടുത്തിരുന്നു പാനിലിട്ടിട്ട്. അതുകൊണ്ടാണ് ഇത്ര നന്നായിട്ട് പൊടിക്കാൻ പറ്റിയത്. ചൂടാക്കിയിട്ടില്ലെങ്കിൽ ഇത് പൊടിഞ്ഞു കിട്ടില്ല. ഈ പഞ്ചസാരയും കസൂരി മേത്തിയും കൂടി ഗ്രേവിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് ഇത്ര വേണ്ടെങ്കിൽ കുറക്കാവുന്നതാണ്. 3 ടീസ്പൂൺ അത്യാവശ്യം മധുരം ഉണ്ടാവും. ചിക്കൻ്റെ ഒരു വശം നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ചിക്കൻ മുഴുവനും തിരിച്ചിട്ടിട്ടുണ്ട്. ഇതിൻ്റെ മറ്റേ വശവും കൂടി നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്യാം. ചിക്കൻ ഇതിൽ കിടന്ന് നന്നായിട്ട് ഫ്രൈ ആയി എല്ലാ ഭാഗവും നന്നായിട്ട് വെന്ത് വരണം. കാരണം നമ്മളിതിൽ ഗ്രേവി ആഡ് ചെയ്തതിന് ശേഷം ഇത് പിന്നെ വേവിക്കുന്നില്ല. അത് പെട്ടെന്ന് തന്നെ നമ്മൾ ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ ഇത് ഓഫ് ചെയ്യും. ഈ ചിക്കൻ്റെ 2 വശവും മൊരിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഇളക്കി എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കാം. ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച ഗ്രേവി ഇതിലേക്ക് ചേർക്കാം. ഗ്രേവി മുഴുവൻ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഇത് നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ്. നമ്മൾ നേരത്തെ മാറ്റിവെച്ച മിക്സിയിലേക്ക് നമുക്ക് അല്പം വെള്ളം ചേർത്തിട്ട് ഈ ഗ്രേവിയിലേക്ക് ഒഴിക്കാം. ആവശ്യമാണെങ്കിൽ നമുക്ക് വീണ്ടും ഇതിലേക്ക് വെള്ളം ചേർക്കുക. ഇനി ചേർക്കുമ്പോൾ ചൂടുവെള്ളം തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ പാല് ചൂടാക്കിയിട്ട് പാല് വേണമെങ്കിലും ചേർക്കാം. പാല് ചേർത്താൽ നല്ല ടേസ്റ്റാണ് ഒന്നുകൂടി. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ചൂടുവെള്ളമാണ് ചേർക്കാൻ പോകുന്നത്. ഈ ഗ്രേവി നല്ല തിക്കായിട്ടാണുള്ളത്. ഒരു 1/4 കപ്പ് വരെ ചൂടുവെള്ളം ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ആവശ്യത്തിനുള്ള കട്ടിയിലാണ് ഗ്രേവി ഇരിക്കുന്നത്. ഗ്രേവി ഇവിടെ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് ക്രീമാണ് ചേർക്കേണ്ടത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് തിക്ക് ക്രീമാണ്. നിങ്ങൾക്ക് ഫ്രഷ് ക്രീം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതായിരിക്കും ഒന്നുകൂടി നല്ലത്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഈ ക്രീം മാത്രമേ ഉള്ളൂ. ഫ്രഷ് ക്രീം ആണെങ്കിൽ ഒന്നുകൂടി നല്ലതാണ്. ഇതും കുഴപ്പമൊന്നുമില്ല, നല്ല ക്രീം തന്നെയാണ്.
ഒരു 2 ടേബിൾ സ്പൂൺ വരെ ക്രീം മാത്രമേ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ. ക്രീം ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ തന്നെ ഇത് നല്ല റിച്ച് ആയിട്ടുള്ള ഗ്രേവിയാണ്. ക്രീം നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൽ ചൂടുവെള്ളത്തിന് പകരം പാല് ചേർക്കുകയാണെങ്കിൽ പിന്നെ ക്രീം ചേർക്കേണ്ട ആവശ്യമില്ല. ക്രീം കയ്യിലില്ലാത്തവർക്ക് വെള്ളത്തിന് പകരം പാല് ചേർത്താലും മതിയാവും. ഞാനെപ്പോഴും അടുപ്പത്തുനിന്ന് മാറ്റിക്കഴിഞ്ഞിട്ട് മാത്രമേ ക്രീം ചേർക്കാറുള്ളൂ. ഇന്നും അങ്ങനെ തന്നെയാണ് ചെയ്തത്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ ചിക്കനാണ്. വളരെ എളുപ്പത്തിലും ഉണ്ടാക്കാൻ കഴിയും. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്